ഈ നിങ്ങളുടെ തിരിച്ചറിയണേ, ഈ രാജാക്കന്മാർക്ക് ഭയങ്കര പൊസിഷനാണ്. ഈ രാജാക്കന്മാർ കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഈ നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ പറയുന്ന പല വാക്കും അവരുടെ വാക്കല്ല, അവർക്ക് എഴുതി കൊടുക്കുക. എന്തോ പറയണമെന്ന് ഒരു സത്യം, എന്തോ അവരല്ല പറയുന്നത്, അവർക്ക് എന്തോ പറയണമെന്ന്. കാര്യം രാജാക്കന്മാർ പാഴുവാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അവരെന്തോ ഉടുപ്പ് ധരിക്കണം, അത് അവരല്ല തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിക്കുന്നത്? പറ. അവരുടെ കൂടെയുള്ള ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. മന്ത്രി ഏതുടുപ്പ്, മോദി ടൈപ്പ് കോട്ട് വേണോ, മിണ്ടുന്നില്ല, അതോ സൂട്ട് വേണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ഇവിടെ സഹകരിച്ചേ. അവരുടെ വീട്ടിൽ എന്നാ ഫുഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അവരുടെ ഫുഡിൻ്റെ ടീമാ. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പദവി വേറെയാ. സ്തോത്രം. അവരുടെ ഓരോ മൂമെന്റ്സും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടി. അപ്പം നിങ്ങളൊക്കെ ആരാ ഒന്ന് പറഞ്ഞേ. ഞാനാണ് എൻ്റെ ഓരോ മൂമെന്റ്സിനും വീഡിയോ എടുക്കാൻ ആളെ നിർത്തുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഒരുത്തിനെ എടുത്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വേറെ ആളെ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഇങ്ങനെ ഓരോ മൂമെന്റ്സും ചെക്ക് ചെയ്യുക. എന്നാ നീ ആരാ? രാജകീയ, ഇങ്ങോട്ട് സത്യജെ, പുരോഹിത. നിങ്ങളാരും മിണ്ടുന്നില്ല. നീ ആരാ? രാജകീയ പുരോഹിത വർഗം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചവന്റെ നൽഗുണങ്ങളെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര പേര് അതിന് തയ്യാറാ? നിന്നെ രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ്റെ അടുക്ക ചെന്നാൽ നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ, ദൈവം നടത്തുന്നത് കണ്ടോ, ദൈവം പരിപാലിക്കുന്ന കണ്ടോ, ദൈവം സൂക്ഷിക്കുന്ന കണ്ടോ, ദൈവം അത്ഭുതം ചെയ്യുന്ന, ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഇച്ചിരിയുടെ ഗഹനമായിട്ട് നമുക്ക് ദൂതിലോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അപ്പം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനം. ഇതാണ് ഒരു ദൈവവൈദ്യന്റെ പദവി. ഇനി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്രോസ് വെളിപ്പെടുത്തുകയാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നമ്മൾ കുടിക്കാൻ വാഞ്ചിക്കണം. നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, വളരണം. നടത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, കുറച്ചുകൂടെ വളരണമെന്ന് പറ. ഹല്ലേലൂയ. സ്തോത്രം. ബോൺവിറ്റ അടിച്ച് വണ്ണം വെക്കുന്ന കാര്യമല്ല പറയുന്നേ. ഹല്ലേലൂയ. ആത്മീകമായിട്ട് വളരണം. കുറച്ചുകൂടെ എന്ത് ചെയ്യണം? വളരണം. കുറച്ചുകൂടെ പക്വതയുള്ളവരാകണം, കുറച്ചുകൂടെ പരിജ്ഞാനമുള്ളവരാകണം, കുറച്ചുകൂടെ അഭിഷേകമുള്ളവരാകണം, കുറച്ചുകൂടെ വിശുദ്ധരാകണം, കുറച്ചുകൂടെ ദൈവകൃപ ഏറ്റെടുക്കണം. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലേക്ക് വരിക. ഇത് പത്രോസ് അപ്പോസ്തലൻ പറയും, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കേട്ടോ? അപ്പൊ എന്തിനാ നിങ്ങളെ വിളിച്ചെന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഈ സഭ കടന്നുപോയ അഗ്നിശോധനയുടെ മുമ്പിൽ ഇവർ പതറാതിരിക്കാൻ ഇവരെ എഴുതി ഉറപ്പിക്കുക. ക്രിസ്തു കഷ്ടമനുഭവിച്ചു, നമുക്കൊരു നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നിന്നെ നിന്ദിച്ചിട്ടും യേശുവിനെ നിന്ദിച്ചിട്ടും അവൻ തിരിച്ചു നിന്ദിച്ചില്ല, പീഡിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയില്ല. വിശ്വസ്തനായ ദൈവത്തിങ്കൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നിന്റെ ഏത് പ്രശ്നവും ദൈവത്തിൽ പരമേൽപ്പിക്കണം.
അതാ ഇന്നത്തെ ദൂത്. ആർക്കും വിധിക്കാൻ കഴിയാത്തതുപോലെ വിധി പറയാൻ കഴിവുള്ള കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർ തയ്യാറാണ്? ഞാൻ എൻ്റെ കാര്യം ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കും. എന്നോട് ദൈവം പറയുന്നൊരു സന്ദേശമുണ്ട്. പല വിഷയത്തിന്മേലും ഇന്ന് ദൈവത്തിന് വിടുതൽ തരാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗത്തേക്കാണ് നമ്മുടെ ചിന്തകളെ വരുന്നത്. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തിനകത്തോട്ട് ഇറങ്ങാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വാക്യം പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നല്ല മാതൃക ദൈവം എന്ത് ചെയ്തിരിക്കുക? വെച്ചേച്ച് പോയിരിക്കുക. അവനെ പിന്തുടരുവാൻ ഒരു നല്ല മാതൃക. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്നൊരു ദൈവകൃപ രക്ഷിക്കപ്പെട്ടവരുടെ മേലുണ്ട്. അത് തിരിച്ചറിയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അത് ഇച്ചിരിയുടെ ഗഹനമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് മുമ്പ് വചന വെളിപ്പാടിലോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൈവത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈസിയായ കാര്യമല്ല. സ്തോത്രം. ദൈവത്തെ അനുഗമിക്കുക, ദൈവം വെച്ച കാൽച്ചുവടിലൂടെ ഒരാൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഒരു ആത്മീകൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, മറ്റൊരാൾ ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിലാണോ എന്നല്ല നോക്കേണ്ടത്, നീ സ്വയം നോക്കണം. നീ ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിലാണോ? നിനക്കൊരു നല്ല മാതൃക വെച്ചിരിക്കുന്നു, നല്ലൊരു സിസ്റ്റം വെച്ചിരിക്കുന്നു. ആ മാതൃകയിലേക്ക് നീ വന്നാൽ നീ പരാജയപ്പെടുകയല്ല, നീ വിജയിക്കുക തന്നെ ചെയ്യും. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയൊരു ശബ്ദമാണ് കർത്താവ് പലരോട് പറഞ്ഞൊരു വാക്കാണ്, എന്നെ അനുഗമിക്കുക. എന്താണ്? ഒരു വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ചിന്ത തുടങ്ങാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചിട്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. മാത്യു ചാപ്റ്റർ 9:9 വായിച്ചു കേൾക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മതി. കർത്താവ് ഒരു മനുഷ്യനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. നാം ആരും വെറുതെ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിയതല്ല, ഒരു വിളി കേട്ടിറങ്ങിയതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു വിളി കേട്ടിറങ്ങിയതാ. ഇന്ന് പകൽ നമ്മുടെ രക്ഷകൻ ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുക, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്ത പദം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നോക്കാനൊരാളുണ്ട്, തോക്കാത്ത ഒരാൾ, തോറ്റിട്ടില്ലാത്തയാൾ, തോൽവി കാണാത്തയാൾ. അവൻ്റെ പേരാ യേശു. ഓ ഹല്ലേലൂയ. ലോകത്തിന് യേശുവിനെ അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് യേശുവിനെ അറിയാം. ലോകം മുഴുവൻ നീ പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നീ പരാജയപ്പെടുകയില്ല. കാരണം നിനക്ക് മുമ്പിൽ യേശുവുണ്ട്. മനസ്സിലായ? ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടില്ലേ, നമ്മൾ പരാജയപ്പെടുമെന്നൊരു ഫീല് ചിലപ്പോൾ നമുക്ക് വരും. ഉണ്ടായിട്ടുണ്ടോ? ചില പ്രശ്നത്തിന് മുമ്പിൽ നമ്മൾ പരാജയപ്പെടുമെന്നൊരു ഫീല് നമുക്കുണ്ടാകും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ ഉണ്ടാകും, നമ്മൾ പരാജയപ്പെടുകയില്ല. അതിൻ്റെ കാരണം എന്താ? ഞങ്ങൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നോട്ടം ഒരാളിലാണ്. എബ്രായർ 3:1 യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. എബ്രായർ 12:3 യേശുവിനെ നോക്ക്. കണ്ണ് പറിക്കരുത്, അവനെ നോക്ക്, അവനെ അനുഗമിക്ക. എത്ര വലിയ പരാജയവും വിജയമാകാൻ ദൈവത്തെ നോക്കിയാൽ മതി. സ്തോത്രം. പദവി മറക്കരുത്. നിന്നെ രാജകീയ പുരോഹിത വർഗമായി കണ്ടിരിക്കുക. വിശുദ്ധ ജനം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഇതൊക്കെയാ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള തിരുഹിതം. അപ്പം ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തിലേക്ക് വരാം. അപ്പം കർത്താവ് പലരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ
പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരാൾ എന്റെ പുറകെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹല്ലേലൂയ. നിനക്ക് തമ്പുരാൻ വഹിക്കാൻ കഴിയുന്ന കുരിശേ തന്നിട്ടുള്ളൂ.